ഇവിടെ ഒരു വലിയ തർക്കം നടക്കുകയാണ്. എന്റെ ഹലോ, ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ലാൽ ബാഗിലാണ്. ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്ന കാര്യം നിങ്ങൾ ഏവരും പറഞ്ഞു കാണുമല്ലോ. 217ാമത്തെ ഫ്ലവർ ഷോ ആണ് ഇവിടെ നടക്കുന്നത്. ഏകദേശം 25 ലക്ഷത്തോളം വരുന്ന പൂക്കളുടെ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് കാണാം. പിന്നെ എല്ലാ വർഷവും ഫ്ലവർ ഷോയ്ക്ക് ഒരു തീം ഉണ്ട്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ആദികവി മഹർഷി വാൽമീകി എന്നുള്ളതാണ്. അദ്ദേഹം ധ്യാനത്തിലിരുന്നപ്പോൾ ചിതൽപുറ്റു വന്ന അദ്ദേഹത്തിന്റെ മൂന്നിന്റെ മെമ്മറി ആയിട്ടുള്ള കുറെ ദൃശ്യങ്ങളൊക്കെ അവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. ജനുവരി 16 മുതൽ ജനുവരി 26 വരെയാണ് ഇവിടെ അത് പ്രോഗ്രാം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നോർമൽ ഡേയ്സ് ഒരാളുടെ ചാർജ് എന്ന് പറയുന്നത് 80 രൂപയും, വീക്കെൻഡ്സിൽ അത് 100 രൂപയുമാണ്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് കാണാം. ഇവിടെ ഒരു വലിയ തർക്കം നടക്കുകയാണ്. എന്റെ ഹസ്ബൻഡ് പറയുന്നു ഈ ബാംഗ്ലൂർ ഫ്ലവർ ഷോ ആണ് ഏറ്റവും വലിയ ഫ്ലവർ ഷോ എന്ന്. ഞാൻ പറയുന്നു നമ്മുടെ മാവേലിക്കര ഫ്ലവർ ഷോ ആണ് ഏറ്റവും വലിയ ഫ്ലവർ ഷോ എന്ന്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതിന് ഊട്ടി ഫ്ലവർ ഷോ ആണോ? അതിന് വേറെ ഏതെങ്കിലും ഫ്ലവർ ഷോ ആണോ? നിങ്ങൾക്ക് അറിയുന്ന ഫ്ലവർ ഷോ ഏതാണെന്ന് വെച്ചാൽ അത് കമന്റ് ചെയ്യട്ടോ. അതായത് കർണാടക ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹണി ബ്രാൻഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ കുട്ടികൾക്ക് നമ്മൾ വലിയ വില കൊടുക്കുന്നത് റേറ്റ് എന്ന് പറയുന്നത് 100 രൂപ മാത്രമാണ്. ഇത് 180, 300. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇത് ഒറിജിനൽ ആണോ? ഒറിജിനൽ ആണെന്നുള്ളതിന്റെ തെളിവാണ് ഇത് ലൈവായിട്ട് നമുക്ക് ചെയ്തത് ഈ കാണിച്ചത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താണ് ഈ ഫ്ലവർ ഷോയിൽ കാണാനുള്ളത്? കുറെ പൂക്കൾ കാണാൻ വേണ്ടി ഇത്രയും ദൂരം വരേണ്ട കാര്യമുണ്ടോന്ന്? ശരിക്കും കുറെ പൂക്കൾ കാണാൻ വേണ്ടിയല്ല ഞാൻ ഈ ഫ്ലവർ ഷോയ്ക്ക് വന്നത്. എങ്ങനെയാണ് പൂക്കളെ നല്ല ക്രിയേറ്റീവായ രീതിയിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയാണ്. അതിനൊരു നല്ല എക്സാമ്പിൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരട്ടെ. ഈ പീകോക്കിന്റെ സ്ട്രക്ചർ നോക്കിയേ. അതിന്റെ ആ ഒരു തലയും കാലും പിന്നെ ആ ഓവറോൾ സ്ട്രക്ചർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ നല്ല പൂക്കൾ കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് പൂക്കളെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറെ ചെടികൾ അവിടെ ഇവിടെയൊക്കെ വെക്കാം, പക്ഷെ അതിനൊരു ക്രിയേറ്റീവ് ഭംഗി കിട്ടുന്നത് കണ്ടോ? ഇങ്ങനെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനും എൻജോയ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനുമാണ് ഞാൻ ഈ ഫ്ലവർ ഷോയ്ക്ക് വന്നിരിക്കുന്നത്. വന്നപ്പോ കണ്ട അതിമനോഹരമായ ഒരു കാഴ്ചയുണ്ട്. ശരിക്കും നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മുടെ അമ്മമാരൊക്കെ വയ്യെന്ന് പറഞ്ഞാൽ അവരൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുകയുള്ളൂ. ഇവിടെ കണ്ടോ ഒരു പ്രായമായ ഒരു അമ്മച്ചി അത് നടക്കാൻ വയ്യ, പക്ഷെ ഇതിന്റെ മനോഹാരിതയെ ശരിക്കും സൂചിപ്പിക്കുന്ന ഒരു രംഗമാണത്. അത്രയും നടക്കാൻ വയ്യാഞ്ഞിട്ട് പോലും സ്ട്രെച്ചസിന്റെ സപ്പോർട്ടോടെയാണ് കാണാൻ വേണ്ടി നടന്നു വരുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഇതിന്റെ അകത്ത് ഒരു ഒരുക്കിയിരിക്കുന്ന ദൃശ്യവിരുന്നിന്റെ ഭംഗി എത്രയാണ്.
ഏകദേശം 4-4.5 മണിക്കൂറോളം ഈ ലാൽബാഗിന്റെ ദൃശ്യവിരുന്നുകൾ കണ്ടാസ്വദിച്ചതിനു ശേഷം ഞങ്ങൾ ഇവിടുന്ന് പോകാൻ സമയമായിരിക്കുകയാണ്. അപ്പം ഇതുപോലെയുള്ള കൂടുതൽ കാഴ്ചകൾക്കും ഇതുപോലുള്ള മനോഹരമായ അനുഭവങ്ങൾക്കും നിങ്ങൾക്ക് വീണ്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സോ ബൈ.